ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആനുവൽ ഇവാലുവേഷൻ 2023-24 എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്താക്കുക, ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായി പഠിക്കുക കേട്ടോ. നന്നായി ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചതിന് ശേഷം എന്താക്കുക, നിങ്ങൾ സ്കൂളിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ എന്താണ് ഇവിടെ ഇൻസ്ട്രക്ഷൻ, 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമാണ്. അതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി കെയർഫുള്ളായിട്ട് നിങ്ങൾ എന്താക്കുക, വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ആൻസർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചെറുതൊക്കെ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ നിങ്ങൾ വാരി വലിച്ച് എഴുതിയിട്ട് നിങ്ങൾ സമയം കളയാൻ നിൽക്കരുത്. അപ്പോൾ സമയത്തിന് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച്, അതായത് ടൈം സ്കോറിനനുസരിച്ച് നിങ്ങൾ മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ, പിന്നെ വേറെന്താ ഇതിൽ പറയാനുള്ളത് വെച്ചാൽ, അറിയുന്ന എല്ലാം ആദ്യം എഴുതുക. ആദ്യത്തെ തന്നെ തിരിഞ്ഞ് മറിഞ്ഞൊന്നും നടക്കരുത്. നിങ്ങൾ അറിയുന്നതെല്ലാം ആദ്യം എടുത്ത് എഴുതുക കേട്ടോ. ഓക്കെ, പിന്നെ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞോ മറിഞ്ഞോ വെച്ച് കളിക്കുക. ഓക്കെ, ദെൻ നോക്കാം നമുക്ക്. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4, ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഓക്കെ, 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം എഴുതുക. ഓരോന്നിനും ഓരോ മാർക്ക് എഴുതുക കേട്ടോ. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? എക്കണോമിക്സിലെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ആദം സ്മിത്ത് അല്ലേ. ദെൻ ഐഡൻറ്റിഫൈ ദ റൂളേഴ്സ് ഓഫ് എ ഹരിയങ്ക ഡൈനാസ്റ്റി. ഏതാണ്? ബിംബിസാർ അല്ലേ. ഐഡൻറ്റിഫൈ ദ ടാക്സ് ഓൺ ലാൻഡ് മെൻഷൻ ഇൻ അർത്ഥശാസ്ത്ര. ഏതാണ് മെൻഷൻ ചെയ്യുന്നത്? ലാൻഡ് മെൻഷൻ ചെയ്യുന്ന അർത്ഥശാസ്ത്രയിൽ മെൻഷൻ ചെയ്യുന്ന ടാക്സ് ഏതാണ്? ഭാഗ അല്ലേ. ഐഡൻറ്റിഫൈ ദ വേൾഡ് വാട്ടർ ഷെഡ്. എന്നാണ് വേൾഡ് വാട്ടർ ഷെഡ്? ഏതാണ്? February 2 ആണ് അല്ലേ. Then next, answer all questions from 5 to 7, each carries 2 score. 5 to 7 എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഓരോന്നിനും 2 മാർക്ക് ചെയ്താണ് കേട്ടോ. വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ഏർലി ഹ്യൂമൻസ് ഡു വി ഗെറ്റ് ഫ്രം ദ കേവ് പെയിൻറ്റിങ്സ്? കേവ് പെയിൻറ്റിങ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പഴയകാല മനുഷ്യരെ കുറിച്ചുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തൊക്കെ ഇൻഫർമേഷനാണ് ഈ കേവ് പെയിൻറ്റിങ്സ് നമുക്ക് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100 ആനിമൽസ്, പിന്നെ കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് കേവ് പെയിൻറ്റിങ്സ് കിട്ടുന്നത്. 2 മാർക്കിലാണ്. അപ്പോൾ 2 പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. നോക്കൂ, മൂവന്തൻസ് അതിൻ്റെ ക്യാപിറ്റൽ അല്ലേ. ഇപ്പോൾ ചെറാസ് എന്താണ്? ചേരാസ് മുച്ചിരി അല്ലേ. പിന്നെ പാണ്ഡ്യാസ് ഏതാണ്? പാണ്ഡ്യാസ് നോക്കൂ മധുര അല്ലേ. പിന്നെ ചോളാസ് ആണത് ഉരയൂർ അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് വാട്ട് ആർ സ്മോൾ സ്കെയിൽ മാപ്സ്? ഗിവ് ആൻ എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്മോൾ സ്കെയിൽ മാപ്പ്? അതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ മാപ്പ് ഷോയിങ് ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഓഫ് ലാർജർ ഏരിയാസ് ആർ കോൾഡ് സ്മോൾ സ്കെയിൽ മാപ്പ്. എക്സാമ്പിൾ ഏതാ? അറ്റ്ലസ് മാപ്പ്, വാൾ മാപ്സ്. The next, answer any 4 from question 8 to 12, each carries 3 score. ഓക്കെ, എന്താണ് 8 മുതൽ 12 വരെയുള്ള 4 എണ്ണത്തിൽ ആൻസർ ചെയ്താൽ മതി. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു റോക്സ്. വിച്ച് ടൈപ്പ് ഓഫ് റോക്സ് ആർ നോൺ ആസ് പ്രൈമറി റോക്ക്? ഏതാണ്? ഇഗ്നസ് റോക്സ് അല്ലേ. ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് 4 സെഡിമെൻ്ററി റോക്സ്. എന്താണ്? സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ. വിച്ച് ടൈപ്പ് ഓഫ് റോക്സ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ കേരള? മെറ്റമോർഫിക് റോക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ കൺട്രോൾ? റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ എന്താണെന്നും അതുപോലെ അതിൻ്റെ 2 ഫീച്ചർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, എന്താണ്? ദ പ്രഷർ ആൻഡ് ഇൻ്റർവെൻഷൻസ് എക്സർട്ടഡ് ബൈ ഈച്ച് സോഷ്യൽ ഗ്രൂപ്പ് ഓവർ ഇറ്റ്സ് മെമ്പേഴ്സ് in order to ensure and sustain a safe environment is called social control. Features of social control എന്താണ്? In every society there are certain commonly accepted standards of behavior. Society establishes suitable social institution for the regulation of the behavior and the socialization of its members. Social controls is formally implemented through the systems such as police, court, prison and military. Society has institutions and systems to control, prevent or punish those who do not adhere to social control. ഓക്കെ, നിങ്ങളിങ്ങനെ പോയിന്റ് ആക്കി എഴുതുക. അഥവാ ഇനി കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതൊക്കെ നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? 10th ചാപ്റ്റർ. ഹൗ ഡസ് ഗ്ലോബൽ വാർമിങ്സ് ബിക്കം എ ത്രെറ്റ് ടു ദ ലൈഫ് ഫോംസ്? എങ്ങനെയാണ് ഗ്ലോബൽ വാർമിങ് ഭീഷണിയാവുന്ന ലൈഫ് ഫോംസിനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? സീ ലെവൽ മേ റൈസ് as a result of melting of polar ice. Destruction in the coastal ecosystem may lead to the problems such as food crisis, large scale migration, etc. leads to the depletion of many species of plants and animals in the ecosystem. Okay,
ദെൻ നെക്സ്റ്റ് 11th എന്താണെന്ന് നോക്കിയേ, മെൻഷൻ ദ ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കേരള വിച്ച് മേ കോസ് ദ ഫ്ലഡ് ടു ബിക്കം എ നാച്ചുറൽ ഡിസാസ്റ്റർ. എന്താണ് നമുക്ക് ആൻസർ ചെയ്താൽ, the topography of Kerala is divided into highland, midland and lowland. Kerala have a topography that slopes from east to west. Moreover, the presence of 44 rivers and other water bodies excess rainfall. Okay. Then next എന്താണ് നോക്കൂ, write features of a family as a social group. എന്താണ് സോഷ്യൽ ഗ്രൂപ്പിലുള്ള ഫാമിലീൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്മോൾ ഗ്രൂപ്പായിരിക്കും, എലിവേറ്റഡ് ഗ്രൂപ്പ് കോൺഷ്യസ്നസ്, ഫെമിലിയർ പീപ്പിൾ, കോമൺ വേസ് ഓഫ് ആക്ടിങ്, പിന്നെ സാറ്റിസ്ഫൈസ് ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്, ഇൻഫ്ലുവൻസസ് പേഴ്സണാലിറ്റി. ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഹെൽപ്ഫുൾ ഇൻ കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് ദ സർഫസ് റൺ ഓഫ്. എന്താണ് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഹെൽപ്ഫുൾ ഇൻ കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് ദ സർഫസ് റൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഏതാണ് നോക്കൂ, കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ടെറസ് ഫാമിംഗ്, mulching, construction of check dam, construction of mud walls, digging, rainwater percolation pits. Okay, ഇതൊക്കെയാണ് എന്ത് ഈ സ്റ്റോറിങ് ദ സർഫസ് റൺ ഓഫ്, സ്റ്റോറിങ് ആൻഡ് കളക്ടിങ് ദ സർഫസ് റൺ ഓഫിൻ്റെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ, 14th ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ? മെൻഷൻ ദ അച്ചീവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ ആസ് എ റിസൾട്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ അല്ലേ, എന്താണ് അച്ചീവ്മെൻറ്റ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, അതും കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ദ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5 years പ്ലാൻസ് കുഡ് നോട്ട് സോൾവ് ഇന്ത്യസ് ഫുഡ് ഡെഫിഷ്യൻസി. ഇറ്റ് ലെഡ് ടു ആൻ ഓൾ out effort to achieve self-sufficiency in food and progress in agriculture. This occurred a quantum jump in food output and transformation in agriculture in 2 stages, 1960 to 70 and 1970 to 80 is known as Green Revolution. The Green Revolution was made possible through the use of high-yielding seeds, improved irrigation, fertilizers, insecticides and agriculture finance at a low interest rate. The increased food output, especially in wheat and rice, ended our dependence on foreigners, achieved self-sufficiency. The next in the 15th question, arrange the items in column B with appropriate items in column A. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ സിങ്സ് ഓഫ് സർഫസ് വാട്ടർ ഉണ്ട്, അത് ഏതിലാണ് മാച്ച് ആവുന്നത് നോക്കിയാൽ, ഏതാണ് വെറ്റ്ലാൻഡ് ആണ് അല്ലേ. The surface of the water is part beneath the ground as a water table. The water stored beneath the ground, underground water, shallow tube wells dug in a sandy region, filter point wells. Answer any 2 from question 16 to 18. Each carries 5 score. Give an account of the impact of the flood that occurred in Kerala during 2018. ഇതിൻ്റെ ഇമ്പാക്റ്റ് ആഘാതങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫ്ലഡിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആഘാതത്തെക്കുറിച്ച് വിവരങ്ങൾ തയ്യാറാക്കാൻ അല്ലേ, ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ. ടു മാനേജ് ദ എക്സസ് വാട്ടർ ഇൻ ദ റിസർവോയേഴ്സ് 37 ഡാംസ് വെർ ഓപ്പൺഡ്. 37 ഡാമുകൾ തുറന്നുണ്ട് അല്ലേ. ഇറ്റ് ടുക്ക് അവേ ഹൺഡ്രഡ്സ് ഓഫ് ലൈവ്സ്. പിന്നെ ദിസ് കോസ്ഡ് കൺസിഡറബിൾ ഫ്ലഡിങ് ഇൻ 13 out of the 14 districts. ഇറ്റ് ഹാഡ് ഇറ്റ്സ് devastating effect on all the sectors. The land environment as well as the life forms including man were subjected to flood. The agricultural sector was wholly affected by the floods. ഇതാണ് അതിൻ്റെ വിവരണം കേട്ടോ. ഈ കേരളത്തിൽ 2018 നടന്നതിൻ്റെ ഇമ്പാക്റ്റ് ഓഫ് ദ ഫ്ലഡിൻ്റെ ഒരു വിവരണമാണ് അവിടെ തന്നിരിക്കുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ് 17 ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. റൈറ്റ് ദ എയിംസ് ഓഫ് NITI ആയോഗ് അല്ലേ. അതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്, to bring down government participation in industry and service sector, to utilize the services of the dominant middle class for sustainable economic growth, to improve agriculture production by practicing mixed farming, to make use of the services of non-resident Indians for economic and technological growth, to convert the cities into secure living centers using modern technology, to equip the nation to face global transformation and market forces. ഇതൊക്കെയാണ് അതിൻ്റെ എയിം എന്ന് പറയുന്നത് അല്ലേ. ഒക്കെ പഠിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. എന്താണ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് നോക്കാം നമുക്ക്.
This layer extends up to about 19 km from the surface of the earth and lies close to the earth. The height of the troposphere is more in the equatorial region because has strong convection here, about 18 km. Almost all the weather and climatic phenomena such as cloud formation, rain, snow, wind, thunder and lightning, etc. take place in this layer. In the troposphere, the temperature decreases at a uniform rate of 1 degree Celsius for every 165 meters of altitude. This is called normal lapse rate. The zone of transition above the troposphere is called tropopause. Okay. അപ്പോൾ ഇതാണ് എന്ത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ട്രോപ്പോസ്ഫിയർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നന്നായി പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതാൻ പോവുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും എഴുതുക. ഓക്കെ, താങ്ക് യു.